മറ്റേ ശരിക്കും ഗവി റോഡിലോട്ട് നമ്മൾ കയറിയല്ലേ? ഇതാണ് ഗവി റോഡ്. യെസ്, ഇനി നമുക്ക് നീങ്ങാല്ലേ? നമസ്കാരം. അങ്ങനെ തുടങ്ങുക പരിപാടി. മരങ്ങൾ നിൽക്കുന്ന താഴെ നല്ലപോലെ കാണാം. ഇപ്പം elephants. കണ്ടാ? Are you happy? Okay. It's very, just permission is 12,000 baht. Oh, okay. So the whole expedition It has been increased. yeah, but recently, But the whole expedition is in town.
ട്രക്കിങ്ങിനുണ്ടുള്ള ഭക്ഷണം അല്ല കേരളത്തിൽ ആ പ്രോഗ്രാമിൽ വരുന്ന ആൾക്കാർക്കല്ലേ ഉള്ളൂ? ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ആ ബുക്ക് ചെയ്യണം, ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ കുമ്മിളിൽ ഓഫീസുണ്ട്, പാലക്കടവിലും ഓഫീസ്. ഓക്കെ എലിഫൻറ്റിൻ്റെ ബോൺസ് മൊത്തം 286 ബോൺസ് അതിൻ്റെ ബോൺസ്. അതിൽ ഹീമറ ഫീമറ ഏഷ്യൻ ആഫ്രിക്കൻ ചേർത്ത് ഹീമറിൽ നോക്കുവാണെങ്കിൽ 5 ബോൺസും ഫീമറിൽ 4 5 ഫോർ ഏഷ്യൻ 4 3 ആഫ്രിക്കൻ 286 ബോൺസ് ഏഷ്യൻ മൈനസ് ആഫ്രിക്കൻ. ഇത് കൊമ്പിൻ്റെ സാധനങ്ങൾ ഉണ്ടാകും. ഫുഡെന്ന് പറഞ്ഞാൽ 7 ജമ്പാളിൽ കടി കൊണ്ടുണ്ടാക്കിയത്. ഇത് 1,32,000 മസിൽസ് പവർ ക്ലാങ്കിങ്. അപ്പം 22 മന്ത് മെയിലും 20 മന്ത് ഫീമെയിലും ഒക്ടോബർ നവംബർ ഡിസംബറിൽ ഡെലിവറി ആകുന്നത്. മാക്സിമം ഇത് 250 കിലോഗ്രാം ബാമ്പിലും 250 ലിറ്റർ വാട്ടർ കമ്പൾസറി. പിന്നെ ഇതിന് നമ്മൾ പറഞ്ഞ സ്പൈനൽ കോഡിൽ ഈ സ്പൈനൽ കോഡിൽ 2 ബോക്സ് ഓടിച്ചാണ് ഈ ഭാഗം. ആ കൊടുത്തിട്ട് ഫീമെയിലിനായിരുന്നു. മെയിലിന് ഈ 2 ബോക്സ് ഓടിച്ചാകത്തില്ല. മാക്സിമം ഇത് ഇല്ലും ബാക്ക് ബോൺ വന്ന് നമുക്ക് എന്ന് പറഞ്ഞാൽ 32 സെൻറ്റിമീറ്റർ വന്ന് ഡെലിവറി ടൈമിൽ ഓപ്പൺ ചെയ്യും. മാക്സിമം ഡെലിവറി ആകുന്നത് ഒക്ടോബർ നവംബർ ഡിസംബറിലാണ് കൂടുതൽ ഡെലിവറി ആകുന്നത്. മാക്സിമം അതിനെന്ന് പറയാം ഓപ്പൺ ഏരിയ ഉണ്ട്. ഇതിന് ഹൈപ്പർ എന്ന് പറഞ്ഞ് 50 മീറ്ററേ ഉള്ളൂ. 50 മീറ്റർ ഹൈപ്പറേ ഉള്ളൂ. അപ്പം അതിന് നമ്മൾ ഇതിന് ഡെലിവറി ആകുന്ന സമയത്ത് കൊണ്ട് 50 മീറ്റർ ഹൈപ്പർ ആയതുകൊണ്ട് ഇത് റെയിൻ ഫോറസ്റ്റ് ആണ് ഡെലിവറി ആകാൻ കൂടുതൽ ചാൻസ് കുറവാണ്. ഇത് കൂടുതൽ ഓപ്പൺ ഏരിയ ഉണ്ട്. ഓപ്പൺ ആണെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ള ആനിമൽസ് വരുവാണെങ്കിൽ പെട്ടെന്ന് ഇത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ഓപ്പൺ ഗ്രാസ്ലാൻഡ് ഏരിയയിൽ ചൂസ് ചെയ്യുന്നത്. റെയിൻ ഫോറസ്റ്റ് ചെയ്യുവാണെങ്കിൽ സപ്പോസ് ഇത് ബേബി പോൾ ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഡെലിവറി എന്ന എലിഫൻറ്റിൻ്റെ പ്രഗ്നൻ്റ് എലിഫൻറ്റ് കൂടെ കാറ്റ് ഫാമിലി കൂടുതലായിട്ട് ഫോളോ ചെയ്യും. നാളെ പിണ്ടത്തിൻ്റെ ഈ പാലിലേക്ക് മയങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കൂടുതൽ ഫോളോ ചെയ്യും, ടൈഗർ ഫോളോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഓപ്പൺ കാട്ടിൽ സപ്പോസ് റെയിൻ ഫോറസ്റ്റ് ഡെലിവറി ആകുവാണെങ്കിൽ ബേബി താഴോട്ട് വീടുകളിൽ ഞാൻ 1.5 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഭയങ്കര ബ്ലഡ് സ്മോളായിരുന്നു. പെട്ടെന്ന് കാറ്റ് ഫാം വീഴും, ചിലപ്പോൾ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതലായിട്ട് ഓപ്പൺ എയർ എടുക്കുന്നത്. ഓപ്പൺ എയർ എടുക്കുവാണെങ്കിൽ അതിന് വെള്ളം വേണം. ഓപ്പൺ എയർ എടുക്കും, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പെട്ടെന്ന് ബേബി കൊണ്ട് താഴ്ത്തു വീണ് കഴിഞ്ഞാൽ വേറെ എലിഫൻറ്റ് ട്രങ്കിന് വെള്ളം കൊണ്ട് ബുഷ് ചെയ്താക്കി കാലിൽ കൂടെ മഡ് എടുത്ത് പേസ്റ്റ് പരുവത്തിലാക്കി ബേബിയുടെ മേലിൽ അപ്പം തന്നെ എല്ലാം ആകും. മാക്സിമം ഒരു 3 months 4 months നമ്മൾ ഇതിൽ കൂടെ കുഞ്ഞെ ഹീമറിൻ്റെ കൂടെ വേണം ചെയ്യും. നമ്മളിപ്പോൾ ലേബിളിലോട്ട് അബോട്ടിങ് പോകുന്നത്. ഒരു എലിഫൻറ്റ് ഇപ്പം പിന്നെ ഒരു എലിഫൻറ്റ് ക്രോസ് ചെയ്ത് പോയി. പെട്ടെന്ന് അടുത്ത വർഷം ഒരു 6 മാസം കഴിഞ്ഞ് ഒരു ഡെലിവറി എലിഫൻറ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നില്ല. അത് ഫീമെയിൽ കൊണ്ട് റൂട്ട് ക്ലിയർ ചെയ്യും. അടിയിലൂടെ വെള്ളം മരമോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി എലിഫൻറ്റ് മൂവ് ചെയ്തിട്ട് പിന്നെ അതുകൂടെ കാട്ടു പോകുന്നത്. ഇത് മെയിലും ഇത് ഫീമെയിലാണ്. ഇത് ഫീമെയിലാണ്. നമ്മുടെ ഇന്ത്യൻ ഗോർ എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ ഗോർ. നമ്മൾ ആഫ്രിക്കയിൽ പറയുന്നത് ബഫളോ. കുറേ ആൾക്കാർ ഇന്ത്യയിൽ പറയുന്നത് ബഫളോ എന്ന്. ബഫളോ നമുക്ക് ഇവിടെ ഇല്ല. ബഫളോ മീനിങ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഇത് നമ്മുടെ ഇന്ത്യൻ ഗോർ എന്ന് പറഞ്ഞാൽ ടിബിയുടെ ഭാഗത്തിൽ വൈറ്റ് ഷൂ ഉണ്ട്. അത് നമ്മൾ പോകുന്നത് മാക്സിമം ഒരു 2-3 ടാങ്കുകളുണ്ട്. ഇത് സാമ്പാർ അടിയാണ്. ഇതെല്ലാം നമ്മൾ 10 വർഷം മുമ്പിലൊക്കെ ഇതൊക്കെ നമുക്ക് ഇവിടെ എടുത്തത്. അതുപോലെ ഈ 10-15 വർഷം മുമ്പിലൊക്കെ ഈ ബോൾസൊക്കെ കൊണ്ടുള്ള ടേബിളിന് മേലെ വെച്ചിട്ടുണ്ട്. അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മാർക്കറ്റിയാണ്. ഇത് പെട്ടെന്ന് ഇത് നമുക്ക് കിട്ടാൻ പാടാം, കേച്ച് ചെയ്യാൻ പാടാം. ഇതെല്ലാം സാമ്പാറിൻ്റെ തന്നെ കൊമ്പുകളാണ്. എല്ലാവരും വെള്ളത്തിൽ കിടക്കുന്ന ഇത് ഈ കാണാൻ നേച്ചർ കാണാം. ഇത് നേച്ചർ കാണാം. ഇത് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു രജിജി, താങ്ക് യു.
അപ്പോൾ ഇൻഫർമേഷനൊക്കെ തന്നില്ല നല്ല. ഇനി ഞാൻ വരുമേ ആ ശരി. കേട്ടോ. നമ്പറൊക്കെ മേടിച്ചിട്ട് പോകാം. ഓക്കെ. അതിവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ട്രക്കിങ്ങാണ്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വരുമ്പോൾ ഈവനിങ് വരുമ്പോൾ 5 o'clock 6 o'clock ആണ്. ഈ പോയിട്ട് നമ്മൾ കണ്ടു, ട്രക്കിംഗ് പാർട്ടി കണ്ടു. സ്ക്വയർ കിലോമീറ്റർ 2400 വെറൈറ്റി മരം, 257 വെറൈറ്റി ബേഡ്സും ഉണ്ട്, 242 വെറൈറ്റി ആയുർവേദ മെഡിസിൻ ഉണ്ട്, 47 വെറൈറ്റി സ്നേക്കും ഉണ്ട്, 52 വെറൈറ്റി ഫ്രോഗും ഉണ്ട്. മൊത്തം 2400 മരം വെറൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടീ എന്ന് പറയും നോഗ സാഗ്. ബൈബിളിൽ നോഗയുടെ പേടകം ഉണ്ടാക്കി മരമുണ്ടല്ലോ. ആ മരം ഇന്ത്യയിൽ 14 മരത്തിൽ ഇവിടെ 2 മരമുണ്ട്. ഇത് ഈ മരത്തിനായിട്ട് ഡിഫറെൻറ്റ് മരമാണ്. ആ മരം കണ്ടിട്ടുണ്ടോ? നോഗ സാഗ് ബൈബിളിൽ കാണുന്നത്. ഇന്ത്യയിൽ നമ്മുടെ കർണാടക, തമിഴ്നാട്, കേരളത്തിൽ എവിടെ ഇല്ലാത്ത മരം ഇതിനകത്ത്. അമേസാൻ ഫോറസ്റ്റിൽ ഇല്ലാത്ത 2 വെറൈറ്റി ട്രീ ഉണ്ട്. കൊട്ടക്കപൂത്തുമുണ്ട്, വല്ലിയിട്ട്. ഈ 2 സാധനം അമേസാൻ ഫോറസ്റ്റ് ഇല്ലാത്ത സാധനം. ബാക്കി അവിടത്തെ ഇല്ലാത്ത സാധനം നമ്മുടെ ഇന്ത്യയിൽ ഈ ഫോറസ്റ്റാണ്. നമുക്ക് കാണാമോ? മരം കാണാമോ? മരം പോണെങ്കിൽ വണ്ടിയിലേ പോകാൻ പറ്റും. വണ്ടിയിൽ പോയാൽ നമുക്ക് കാണാം. ഒരു 10 കിലോമീറ്റർ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഈ ബൈബിളിൽ കാണുന്നത് നോവയാകും. അതിൻ്റെ പൊട്ടാണിക്കൽ എന്നൊരു പോണാക്കാർപ്പസ് വെൽച്ചിയാണെന്ന് പറയും. അതിനെ നമ്മൾ സാറിന് നിരമ്പള്ളി എന്ന് പറയും മലയാളത്തിൽ. കോമൺലി നോവാക്കുന്നത്. ഇതിന് മൊത്തം 3 വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. മൊത്തത്തെ 10 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള വലിപ്പുള്ള ഞാവലുണ്ട് ഇവിടെ. പറഞ്ഞോ. ഇതൊക്കെ റോട്ടസ്റ്റാമെന്ന് പറയും. ചൂറൽ ഉണ്ടാക്കുന്നത് 7 വെറൈറ്റി. ഇതിൽ തന്നെ വല്ലിച്ചൂറൽ എന്ന് പറയും. വല്ലിച്ചൂറൽ എന്ന് പറഞ്ഞാൽ അമേസാൻ ഫോറസ്റ്റ് ഇല്ലാത്ത സാധനം വല്ലിച്ചൂറൽ. ഇതുകൊണ്ടാണ് ട്രൈബൽസിനെ നമ്മൾ റോപ്പിനെ വിശ്വസിക്കത്തില്ല, ഈ ചൂറിനെ അവർ വിശ്വസിക്കും. ഒരു 300 മീറ്റർ വരെ ലെങ്ത്തിൽ ഇങ്ങനെ പോകും ചൂടുന്നത്. ഇപ്പൊ ഇതിന് ഇപ്പൊ കണ്ടല്ലേ ഒരു സ്പൈഡറാ. ഇത് മൊത്തം ഇപ്പൊ ഈ സീസണിലൊക്കെ മൊത്തം ഒരുപാട് സ്പൈഡറും ഉണ്ട്. സ്പോട്ടർ സ്പൈഡർ എന്ന് ഒരു Wayanad Laughing Trust singing. Can't find it.
ഇത് വൈൽഡ് ചിന്നമൺ എന്ന് പറയും. 6 വെറൈറ്റി ഉണ്ട്. ഓ, ഇത് 6 വെറൈറ്റി 5 വെറൈറ്റി യൂസ് ഫോർ ദ മെഡിസിൻ, only 1 variety for cooking. But here the village people not collecting, not allowed. And the only tribals only allowed. So for people, ഇങ്ങനെ ആൾക്കാർ ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല കാണിക്കാനായിട്ട്. ചിന്നമൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴെ കിടക്കുന്നത് എടുത്ത് കാണിക്കുമ്പോൾ ഒരുപാട് പൊട്ടിക്കുന്ന ഈ മണം ഡ്രൈ ആകും. അതുകൊണ്ട് ഇതാ വൈൽഡ് ചിന്നമൺ. ഇതിൻ്റെ മണമുണ്ട്. നമ്മൾ ഈ ബാർക്ക് പോയി കഴിഞ്ഞാൽ ഈ മണം ഡ്രൈ ആകും. ഒരിക്കലും നമ്മൾ ബാർക്കിന് ഇതിനെ കളക്ട് ചെയ്യാൻ അലോഡില്ല ഇതിനകത്ത്. മൊത്തം 5ാമത്തെ വെറൈറ്റി നമ്മൾ ബോട്ടിലാണ്ട് എടുത്തുകൊണ്ട് അത് ഒരുപാട് നല്ല മണമായിരിക്കും. അത് ഇല പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു 100 മീറ്റർ മുമ്പിൽ ആൾക്കാരുണ്ടെങ്കിൽ ഇത് അറിയാൻ പറ്റും. cinnamon leaves. സോളാർ ഫോറസ്റ്റ്. ഓ, ആ സോളാർ ഫോറസ്റ്റ്. 1340 കിലോമീറ്റർ 2400 വെറൈറ്റി മരത്തിൽ മൊത്തം 3 വെറൈറ്റി ഫോറസ്റ്റ് ഉണ്ട്. സോളാർ ഫോറസ്റ്റ് ഉണ്ട്, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, വെഡ് ജംഗിളുണ്ട്. ഈ വെഡ് ജംഗിൾ എന്ന് പറഞ്ഞാൽ 2010 മുമ്പിൽ നമുക്ക് ഫുഡ് പാർക്ക് എടുത്തിരുന്നത്. താഴെ പോയ വെഡ് ജംഗിളുണ്ട്. വെഡ് ജംഗിളിൽ നമ്മൾ ടൈറിൻ്റെ ഹൗണ്ടിങ് എടുക്കുന്നത് 2010 മുമ്പിൽ പയ്യ ടൈർ. അത് വേറെ 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 പോലെ വേറെ hornbill sighting. പൊന്നമലയുടെ ശബരിമല അല്ലേ? ഇത് പുല്ലുമേട. അവിടെ കാണുന്ന പുല്ലുമേട ആ സ്റ്റേറ്റ് കാണും. ഈ പച്ച അപ്പുറത്തോട് പച്ചയും കറുത്ത ഫ്രാങ്കിങ് ഇൻസെൻസ് എന്ന് പറയും. ഫ്രാങ്കിങ് ഇൻസെൻസ് സാമ്പ്രാണി. ഇത് കളക്ട് ചെയ്യുന്നത് പറയും ആദിവാസികളാണ്, ട്രൈബിൾസാണ്. കറുത്താണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും, വെള്ളയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. കാട്ടു ചാമ്പ. മിസോഫ്രിയ റെയിൽവേയുടെ പണ്ട് റെയിൽവേ ശില്പി യൂസ് ചെയ്തില്ലേ വുഡ. ഇത് നാങ്കെന്ന് പറയും, അല്ലെങ്കിൽ ചുരുളി നാങ്കെന്ന് പറയും. ചുരുളി നാങ്ക് നല്ല തിക്നെസ് ഉള്ള മരങ്ങളാണ്. ഫൈബർ കൂടുതലാ. പെട്ടെന്ന് ഇവൻ വെള്ളത്തിൽ കിടക്കുവാണ്. വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതിന്റെ പവർ കൂടുക. പെട്ടെന്ന് ഇതിനെ ആരും യൂസ് ചെയ്യത്തില്ല. എല്ലാം പോവും. എന്ത് മരങ്ങളല്ലേ? മരങ്ങൾ മാത്രം കണ്ടാൽ മതിയല്ലോ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഉണ്ടെങ്കിൽ ഇതിന്റെ കോള് കേൾക്കുവാണെങ്കിൽ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു 10-12 വെറൈറ്റി ബേഡ്സ് കാണാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ വൈറ്റ് ബെല്ലി ട്രീപ്പ് എന്ന് പറയും. ഇപ്പോൾ വൈൽഡ് ലൈഫ് റിപ്പോർട്ട് പറഞ്ഞാൽ വൈറ്റ് ബെല്ലി ട്രീപ്പ് എന്ന് പറയും. നമ്മുടെ ചിക്കനോട് കഴിക്കുവാണെങ്കിൽ പല്ലിൻ്റെ ഇടയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ശരി, ചിക്ക് വെച്ച് എടുക്കും. അപ്പോൾ ടൈഗർ എപ്പോഴും ഈറ്റ് ചെയ്യുന്ന ഇന്ന സാധനമാണ് മീറ്റല്ലേ. മീറ്റെന്ന് പറഞ്ഞാൽ അത് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ടീത്ത് ഒരിക്കലും ഇതിന് വയനകത്ത് ഇതിനെ നെയിലിനെ വിടത്തില്ല. നമ്മൾ ഫുട് പ്രിൻ്റ് എടുത്താൽ ടോസിനെ കാണാൻ പറ്റുള്ളൂ. നെയിലിനെ ഒരിക്കലും നെയിലിൽ അതിനാവശ്യത്തിന് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവൻ വന്ന് വയനകത്ത് പോയിട്ട് ഇവൻ ക്ലീൻ ചെയ്യും. അതിന് ഫുഡാകും. അപ്പോൾ അതാ വൈറ്റ് ബെല്ലി ട്രീപ്പ് എന്ന് പറയും. നമ്മൾ ഒരു പ്രൊഫസർ പറഞ്ഞു കൊടുത്തത്. ഈ ബേഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഗറിന്റെ ഒക്കെ ക്ലീൻ ചെയ്യും അല്ലേ? ആ, ടൈഗറിന്റെ ടീത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് ബെല്ലി ട്രീപ്പ്. ബെല്ലിയുടെ ഭാഗത്ത് വൈറ്റ് ആയിരിക്കും. റൂഫർ ട്രീപ്പ് എന്ന് പറയും. ഇത് കാണാം, ഇത് കാണാം. ഇതെല്ലാം യെല്ലോ ബ്രോയുടെ ബുൾബുളിന്റെ വെറൈറ്റിയാണ്.
ശബരിമല വ്യൂ പോയിന്റ് അല്ലേ? നമ്മുടെ അത് കാണുന്ന സൈറ്റ് നേരെ നേരെ കാണുന്നില്ല. അല്ലെങ്കിൽ ശബരിമല ഗോപുരം അല്ലാതെ കാണാം, ചെറുതായിട്ട് കാണാം. ആ 2 വൈറ്റ് ബിൽഡിംഗ് ആണ് 80 ഡൊണേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 86 വർഷം ഇത് ഫുൾ വെജിറ്റേറിയൻ അല്ലേ? ഫുൾ വെജിറ്റേറിയൻ. കുത്തരി ഉണ്ട്, ഉണ്ണീരി ഉണ്ട്, സാമ്പാറുണ്ട്, പരിപ്പ് കറി ഉണ്ട്, രസമുണ്ട്, പച്ചമോരുണ്ട്, കാബേജ് തോരനുണ്ട്, അവിയലുണ്ട്, പച്ചടി ഉണ്ട്, എല്ലാ സംഭവം ഉണ്ടല്ലോ. ഒന്നുണ്ട്, അച്ചാറുണ്ട്, മുളക്, പായസം, ഓംപ്ലേറ്റ്. എന്ത് വേണം? കാണാനില്ല. മലയാളത്തിൽ കൽവാഴ എന്ന് പറയും. കാട്ടിൽ കല്ലുവാഴ. ഇത് 12 വർഷം വേണം. ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്രൂട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഷീഡിന് അകത്തുള്ള ഷീഡ് എടുത്താൽ നമ്മുടെ യൂറോ സ്റ്റോണിലേക്ക് യൂസ് ചെയ്യുന്നത്. മൂന്നത്തെ കല്ലിനൊക്കെ ഏറ്റവും വലിയ ബെസ്റ്റ് മരുന്നായിരുന്നു. പക്ഷെ റേറായത് റേർ അല്ലേ? ഇത് കാട്ടുവേമ്പ്. കാട്ടുവേമ്പ, ചന്ദനവേമ്പ്, മൊത്തം 3 വെറൈറ്റി ഉണ്ട്. നമ്മൾ സാധാരണ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പാമ്പ് കടിക്കുവാണെങ്കിൽ ഇവിടെ 2 വൈപ്പറും മൺസൂൺ ടൈമിൽ വൈപ്പറും ഉണ്ട്. മൊത്തം 5 വെറൈറ്റി വൈപ്പറും ഉണ്ട്. ഈ മിസോ ചന്ദ്രവേമ്പ് എന്താ ഈ മരത്തിന് പൂവില്ല, അപ്പുറത്തെ ഒരു മരത്തിന് പൂവായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബീറ്റൽസോ സ്പൈഡറോ പാമ്പോ കടിക്കുവാണെങ്കിലും പെട്ടെന്ന് ബ്ലഡിനകത്ത് മിക്സ് ആകത്തില്ല. റെഡി ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ റിലീഫൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഫസ്റ്റ് എയ്ഡ് അതായേ ഉള്ളൂ. ഓ ശരി, ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. നമ്മളെ കുറച്ച് സമയം പിടിച്ചു നിർത്തും. 5 hours 6 hours പിടിച്ച് നിൽക്കാം. ഓ ശരി. രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയാൽ മതി. പേരൊന്നും കൂടെ പറഞ്ഞു. ചന്ദ്രവേമ്പ്, കാട്ടിച്ചന്ദ്രവേമ്പ്. ഓക്കെ. ഞാൻ കാട്ടുകുങ്കുമം. രണ്ട് മരമുണ്ട്. രുദ്രാക്ഷമുണ്ട്, ഭദ്രാക്ഷമുണ്ട്. നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ കൂടുതൽ കാണത്തുണ്ട്. റെയിൻ ഫോറസ്റ്റ് ട്രീയും സോളാർ ഫോറസ്റ്റ് ട്രീയും 2 ഡിഫറെന്റ് വെറൈറ്റി ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇതിനാകുമ്പോൾ ഒരു 300 ഫീറ്റ് വരെ ഉണ്ട്. ഇവിടെയും ഉണ്ട്. അത് കൂടുതലായി മെസവ നാങ്ക് എന്ന് പറഞ്ഞില്ലേ, നാങ്കെന്ന് പറഞ്ഞു. റെയിൻ ഫോറസ്റ്റിൽ ഒരുപാട് കൂടുതലായിട്ട് കാണും. ഫോറസ്റ്റിനെ കൂടുതലായിട്ട് മെസവ ട്രീ കാണും. ഇത് മറ്റേ രുദ്രാക്ഷമാണ്. ഭദ്രാക്ഷം ഉണ്ട് അപ്പുറത്ത് പോകുമ്പോൾ കാണിക്കാം. ഇത് തലത്തിൽ നോക്കുവാണെങ്കിൽ ക്ലീൻ ചെയ്തപ്പോൾ നല്ല കുട്ടപ്പനായല്ല. ശരി. രുദ്രാക്ഷം ഇട്ട് കളിഞ്ഞാച്ചി നമ്മൾ ഈ ഒരു സർക്കിളിൽ നേർ പകുതി എടുക്കത്തുള്ളൂ. ഒരു സൈഡ് മാത്രമേ ഫുള്ള് എടുക്കും. ബാക്കി ഹാഫ് കട്ട് ചെയ്ത് വെച്ച് തീയിട്ട് കഴിഞ്ഞേച്ച് നല്ലപോലെ തീ കത്തിച്ച്. ഇപ്പം ഇത് അല്ലല്ല, കത്തി പച്ച ഇല കൊണ്ട് അടയ്ക്കും. ഈ പുക അടിക്കണം. പുക മേലിൽ അടിച്ച് കഴിഞ്ഞാൽ സ്മോക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇതിനകത്ത് കൊടുക്കുന്ന 2000 കിട്ടും. ഈ വർഷം ഈ സൈഡ് ചെയ്യുവാണെങ്കിൽ ആ സൈഡ് മറ്റേ വർഷം ഇവിടെ ബാർക്ക് ഫുള്ളായി. റബ്ബർ വെട്ടുന്ന പോലെ നമ്മൾ ഈ വൈൽഡ് ചിന്നമ്മൻ കണ്ടല്ലോ, ഇതിന്റെ ബാർക്ക് എടുക്കുവാണെങ്കിൽ ഈ മരം പോകത്തില്ല. മറ്റേ വൈൽഡ് ചിന്നമ്മൻ്റെ ആ ബാർക്ക് ഫുള്ള് എടുത്ത് കളയുവാണെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ അടിയത്തെ വെള്ളം മേലോട്ട് സർക്കുലേഷൻ ആകാം. പെട്ടെന്ന് ഇത് ട്രൈ ആകും. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് യൂക്കളി മരമൊക്കെ ഉണങ്ങിയിട്ടുണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ ഒരു 10 സെന്റ് ഒരു 1 മീറ്റർ കഴിഞ്ഞാൽ ബാർക്കിന് ആ 1 ഫീറ്റ് അല്ലെങ്കിൽ ഫുള്ള് ബാർക്ക് എടുത്ത് കളയും. അപ്പോൾ വെള്ളം മേലോട്ട് പോയാലേ ഉള്ളൂ ഇത് ലൈഫിൻ്റെ, ഇല്ലെങ്കിൽ ഇത് ട്രൈ ആകും. അപ്പം അതുകൊണ്ട് എല്ലാം എടുത്ത് കളഞ്ഞു. ഇത് ഇതാണ് മരസാനാണോ? അതല്ല ഗമ്മ, അതിൻ്റെ ഗമ്മ
ഇത് ഇതിൽ കമ്മ ട്രൈ ആകുമ്പോൾ ഇത് വെള്ളയും ഉണ്ട് കറുപ്പും ഉണ്ട്. വെള്ളയാകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. കത്തിക്കുന്നത് കാട്ടുതീ ഉണ്ടാകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ടൈമിലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ കാറ്റ് ഉള്ളത് കൊണ്ട് ഈര തമ്മിൽ ഉറയുമ്പം ഓട്ടോമാറ്റിക് തീ കത്തും. തീ കത്തുമ്പോൾ നമ്മൾ ഈ തീ കത്തുമ്പോൾ ഈ മരത്തിൽ കയറി പിടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് ഈ മരം നിന്ന് കത്തും, പച്ച മരം നിന്ന് കത്തും. അയ്യോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പവർ ലൈൻ എന്ന് പറഞ്ഞ് സോളാർ ഫോറസ്റ്റിലും ഗ്രാസ് ലാൻഡ് ഏരിയയ്ക്കും കൂടെ ഒരു 30 അടിയും ഫുള്ള് ഈ ഗ്രാസ് ലാൻഡ് ഏരിയ ചുറ്റി മറ്റേ മണ്ണൊക്കെ ചെത്തി എടുത്ത് മാറ്റും. ഈ തീ അങ്ങോട്ട് റെയിൻ ഫോറസ്റ്റിലോട്ടോ സോളാർ ഫോറസ്റ്റിലോട്ടോ പോകാതിരിക്കാൻ വേണ്ടിയാണ്. ശരി. ഇടയ്ക്ക് നമ്മൾ കാട്ടുതീ റോഡ് വഴിയിലൊക്കെ വന്നപ്പോൾ കുറേ തീ കത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ആരും വച്ചതല്ല, വയ്ക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്, അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ മരം പിടിച്ചു കളഞ്ഞാൽ നിന്ന് കത്തും, പച്ച മരം. ഇത് കണ്ടല്ലോ. 2 മിനിറ്റ് ആകട്ടെ, കത്തിയാലേ ഉള്ളൂ അതിന് മണം വരത്തുള്ളൂ. അല്ലാതെ പെപ്പർ നിഗറെന്ന് പറയും. ഇത് 5 വെറൈറ്റി ഇതിൻ്റെ ലീഫിൽ ടേസ്റ്റ് ഉണ്ട്. കയ്പെന്ന് പറയും, ഉപ്പുമുണ്ട്, കവർപ്പുണ്ട്, ഈപ്പുണ്ട്, പുളിയുമുണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ട്. കൂടുതലായിട്ട് ഈ കഫം അങ്ങനത്തെ ഓരോ അസുഖവും ഉണ്ടാകത്തില്ല. ഈ ലീഫ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുവാണെങ്കിൽ കഫമോ ഷുഗറോ പ്രഷറോ അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഉണ്ടാകത്തില്ല. ഇത് കൊറോണ കാലത്ത് ആദിവാസികളൊക്കെ കൂടുതലായിട്ട് ഇത് കൂടുതൽ കഴിച്ചു. അവർക്ക് ആർക്കും COVID-19 ഇവിടെ അങ്ങനെ ആർക്കും പെട്ടെന്ന് വന്നിട്ടില്ല. ആർക്കും കോവിഡ്. പേര് പെപ്പർ നിഗറ എന്ന് പറയും. പെപ്പർ നിഗരം ബൊട്ടാണിക്കൽ നെയ്. കാട്ട് വെൺ തിരുപ്പളി എന്ന് പറയും. കാട്ട് വെൺ തിരുപ്പളി. അത് വെള്ളക്കുറുമുളക്. കുരുമുളകിന്റെ കുരുമുളക് വെള്ളക്കുറുമുളക് കാണുന്നത്. മറ്റേ അതിന്റെ ഉള്ളിൽ ഷീഡ് എടുത്ത ഈ മറ്റേ ബ്ലാക്ക് ബെഞ്ച് കഴിക്കുന്നത്. നമ്മുടെ സിംഹവാളിന്റെ കൂടുതലായിട്ട് ഇത് കഴിക്കത്തില്ല. സിംഹവാള കൂടുതൽ കഴിക്കുന്നത് ലീഫാണ് കഴിക്കുന്നത്. ഇത് ഇലയാ കഴിക്കുന്നത് അല്ലേ? സിംഹവാള കഴിക്കുന്ന ഇലയും ഇത് നീലഗിരിയിലെങ്കിൽ കഴിക്കുന്നത് ഈ കുരുണിയാന്ന് ഈ ഫ്രൂട്ടാണ് കൂടുതലാണ് കഴിക്കുന്നത്. അത് ഇതും ഒരുപാട് അതിന്റെ ടൈൽ അതിന്റെ ലൈൻ ടൈൽ മെക്കാനിന്റെ ടൈൽ എന്ന് പറഞ്ഞാൽ 1 ഫീറ്റ് ആയിരിക്കും. എന്താ നീലഗിരിയിൽ അങ്ങോട്ട് ടൈൽ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയിരിക്കും, 3 ഫീറ്റ് ആയിരിക്കും. അതിന്റെ ഡിഫറൻസ്. ന്യൂ കോട്ടേജസ്. ഇതാണ് കാട്ടിലെ കുരുമുളക്. കാട്ടു കുരുമുളകാണ്, ഭയങ്കര സ്ട്രോങ് ആണിത്. റിട്ടേണിങ്. വലിപ്പമുണ്ടല്ലോ.